ولا تكونوا كالذين قالوا سمعنا وهم لا يسمعون. യഥാർത്ഥത്തിൽ കേൾക്കാതെ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് പറയുന്ന ചിലരെ പോലെ നിങ്ങളാവാൻ പാടില്ല. ഇന്ന ശർറദ്ദവാബ്ബി ഇൻദല്ലാഹി സ്സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖിലൂൻ. ബുദ്ധി പ്രയോജനപ്പെടുത്താത്ത ബധിരരും മൂകരുമായ മനുഷ്യരാകുന്നു അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ ഏറ്റവും നികൃഷ്ടമായ ജന്തുവർഗം. അതെ, സത്യം കേൾക്കില്ല, സത്യം പറയില്ല. അങ്ങനെ സത്യത്തെ സംബന്ധിച്ചിടത്തോളം ഊമകളും ബധിരരുമാണെന്നർത്ഥം. വലൗ അലിമല്ലാഹു ഫീഹിം ഖൈറൻ ലഅസ്മഅഹും വലൗ അസ്മഅഹും ലതവല്ലൗ വഹും മുഅ്രിദൂൻ. അവരിൽ വല്ല നന്മയുമുള്ളതായി അല്ലാഹു അറിയുന്നുവെങ്കിൽ തീർച്ചയായും അവർക്ക് കേൾക്കാൻ ഉദവി നൽകുമായിരുന്നു. എന്നാൽ നന്മയില്ലാതിരിക്കെ കേൾപ്പിച്ചാൽ അവർ അവഗണിച്ച് പിന്മാറുകയേ ചെയ്യൂ. അതായത് സത്യത്തോട് താൽപര്യമോ സത്യത്തെ സേവിക്കണമെന്ന വികാരമോ ഇല്ലാത്ത കൂട്ടരാണവർ. യുദ്ധത്തിന് പുറപ്പെടാൻ ദൈവാനുഗ്രഹം ലഭിച്ചാൽ തന്നെ ആപത്ഘട്ടത്തിൽ അശേഷം മടിക്കാതെ പിന്തിരിഞ്ഞോടുമായിരുന്നു. അങ്ങനെ അവരുടെ സഹകരണം നിങ്ങൾക്ക് ഗുണത്തിനു പകരം കൂടുതൽ ദോഷമായി തീർന്നേനെ. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും വഅലമൂ അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി വഅന്നഹു ഇലൈഹി തുഹ്ശറൂൻ. സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെയും അവന്റെ ദൂതന്റെയും വിളിക്ക് ഉത്തരം കൊടുക്കുവിൻ. ദേവദൂതൻ നിങ്ങളെ സജീവരാക്കുന്നതിലേക്ക് വിളിക്കുമ്പോൾ മനുഷ്യനും അവന്റെ മനസ്സിനുമിടയിൽ അല്ലാഹു ഉണ്ടെന്നറിഞ്ഞിരിക്കുവിൻ. നിങ്ങൾ അവങ്കിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്നും അറിഞ്ഞിരിക്കുവിൻ. മനുഷ്യനെ കാപട്യത്തിൽ നിന്ന് രക്ഷിച്ചെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ വഴി അവനിൽ രണ്ട് കാര്യത്തിലുള്ള വിശ്വാസം രൂഢമൂലമാക്കുകയത്രേ. ഒന്ന്, മനുഷ്യന് ഇടപെടാനുള്ളത് അല്ലാഹുവിനോടാണ്. താൻ ഉള്ളിലൊളിപ്പിക്കുന്ന എല്ലാ വിചാരവികാരങ്ങളും ആശാഭിലാഷങ്ങളും ആദർശാഭിപ്രായങ്ങളും അല്ലാഹുവിനറിയാം. രണ്ട്, എല്ലാം കഴിഞ്ഞ് ഒടുവിൽ മടങ്ങിച്ചെല്ലേണ്ടതും അല്ലാഹുവിങ്കിലേക്ക് തന്നെ. അവനിൽ നിന്ന് രക്ഷപ്പെട്ട് എങ്ങോട്ടും ഓടിപ്പോകാനാകില്ല. ഈ വിശ്വാസങ്ങൾ എത്ര കണ്ട് ദൃഢവും ഭദ്രവുമായിരിക്കുമോ അത്ര കണ്ട് മനുഷ്യൻ കാപട്യത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കും. കാപട്യം ഉപേക്ഷിക്കാൻ ഉപദേശിക്കുമ്പോൾ ഖുർആൻ പ്രസ്തുത വിശ്വാസകാര്യങ്ങൾ ആവർത്തിച്ചുറപ്പിക്കുന്നതിന്റെ കാരണം അതത്രേ. وَاتَّقُوا فِتْنَةً لَا تُصِيبَنَّ الَّذِينَ ظَلَمُوا مِنكُمْ خَاصَّةً وَاعْلَمُوا أَنَّ اللَّهَ شَدِيدُ الْعِقَابِ. നിങ്ങളിൽ കുറ്റം ചെയ്തവരെ മാത്രമായിട്ടല്ലാതെ സമൂഹത്തെ മുഴുവൻ ബാധിക്കുന്ന ആപത്തുളവാക്കുന്ന വിപത്തിനെ ഭയപ്പെടുവിൻ. അല്ലാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞിരിക്കുവിൻ. സാമൂഹിക വിപത്തുകളാണിവിടെ വിവക്ഷ. അത് പകർച്ചവ്യാധി പോലെ പരക്കെ പടർന്നു പിടിക്കും. കുറ്റം ചെയ്തവരെ മാത്രമല്ല, കുറ്റവാളികളുടെ സമൂഹത്തിലെ നിരപരാധികളെ കൂടി അത് ബാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഇത് മനസ്സിലാക്കാം. ഒരു നഗരത്തിൽ അങ്ങിങ്ങായി അല്പം അഴുക്കുകൾ കെട്ടിക്കിടക്കുന്നുവെങ്കിൽ അതിന്റെ ദൂഷ്യം പരിമിതമായിരിക്കും. സ്വന്തം ശരീരവും വീടും മലിനമാക്കി വെച്ച വ്യക്തികളെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ. എന്നാൽ അഴുക്ക് പരക്കെ വ്യാപിക്കുകയും അത് തടയാനോ ശുചീകരിക്കാനോ നഗരത്തിലാരും മുന്നോട്ട് വരാതിരിക്കുകയുമാണെങ്കിൽ വായുവിലും വെള്ളത്തിലും നിലത്തും സർവത്ര വിഷാണുക്കൾ പരക്കും. അതുണ്ടാക്കുന്ന സാംക്രമിക രോഗം അഴുക്ക് പരത്തിയവരെയും അഴുക്ക് പുരണ്ടവരെയും അഴുക്കുമയമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരെയുമെല്ലാം ഒന്നിച്ചു പിടികൂടുകയും ചെയ്യും. ധാർമ്മിക മാലിന്യങ്ങളുടെ അവസ്ഥയും അതുപോലെയാണ്. അവ ഏതാനും വ്യക്തികളിൽ ഒതുങ്ങി നിൽക്കുകയും സമൂഹത്തെ ഭയന്ന് ഉള്ളിലമർന്നു കിടക്കുകയുമാണെങ്കിൽ അവ കൊണ്ടുള്ള വിനാശങ്ങളും പരിമിതമായിരിക്കും. എന്നാൽ സമൂഹ മനസാക്ഷി ദുർബലമാകുമ്പോൾ
കൊള്ളരുതാത്തവരും നാണം കെട്ടവരും ദുർനടപ്പുകാരും വൃത്തികേടുകൾ പരസ്യമായി പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ സജ്ജനങ്ങൾ നിഷ്ക്രിയരായി വ്യക്തിഗത നന്മകളിൽ തൃപ്തിപ്പെടുകയും സാമൂഹിക തിന്മകളെക്കുറിച്ച് മൗനം പാലിക്കുകയുമാണെങ്കിൽ സമൂഹം നാശത്തിലേക്ക് നീങ്ങുന്നു. പാപികൾ മാത്രമല്ല, പാപം ചെയ്യാത്തവരും നാശമടയുന്നു. ചുരുക്കത്തിൽ ഖുർആൻ ഇവിടെ പറഞ്ഞുവരുന്നത് ഇതാണ്: ദേവദൂതൻ നിങ്ങളുടെ സഹകരണം തേടുന്ന സംസ്കരണ പ്രസ്ഥാനത്തിലത്രേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തിപരവും സാമൂഹികവുമായ ജീവിത വിജയം സ്ഥിതി ചെയ്യുന്നത്. അതിൽ സത്യസന്ധതയോടെ ആത്മാർത്ഥമായി പങ്കാളികളാവുക. അല്ലാതെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്ന തിന്മകളുടെയും അധർമ്മങ്ങളുടെയും നേരെ നിസ്സംഗരായി നിലകൊള്ളുകയാണെങ്കിൽ സർവ്വവ്യാപകമായ സാമൂഹിക വിപത്തായിരിക്കും ഫലം. സ്വന്തം നിലയിൽ തിന്മ ചെയ്യാത്തവരും സ്വകാര്യ ജീവിതത്തിൽ നല്ലവരുമായ ഒട്ടേറെ വ്യക്തികൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെന്നതുകൊണ്ട് മാത്രം ആ ഭവിഷ്യത്ത് തടയപ്പെടുകയില്ല. സംസ്കരണം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച യുദ്ധനയത്തിന്റെ മൗലിക സിദ്ധാന്തമെന്ന് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. إذ أنتم قليل مستضعفون في الأرض تخافون أن يتخطفكم الناس فآواكم وأيدكم بنصره ورزقكم من الطيبات لعلكم تشكرون. നിങ്ങൾ തുച്ഛം പേരായിരുന്ന അവസ്ഥയൊന്നോർത്തു നോക്കുവിൻ. നിങ്ങൾ ഭൂമിയിൽ അവശരായി കരുതപ്പെട്ടിരുന്നു. ജനങ്ങൾ റാഞ്ചിക്കളയുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടായിരുന്നു. പിന്നീട് അല്ലാഹു നിങ്ങൾക്ക് അഭയസ്ഥാനമൊരുക്കി. തന്റെ സഹായത്താൽ നിങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തി ഉത്തമമായ വിഭവങ്ങൾ എത്തിച്ചു തരികയും ചെയ്തു. നിങ്ങൾ നന്ദിയുള്ളവരാവുക എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. മക്കയിലെ അപകടകരമായ ജീവിതത്തിൽ നിന്നും മോചിപ്പിച്ച് ശാന്തിയും നിർഭയത്വവുമുള്ള മദീനയിലേക്ക് കൊണ്ടുവന്ന് ഉത്തമ വിഭവങ്ങൾ നൽകി അനുഗ്രഹിച്ച അല്ലാഹുവിന്റെ മഹത്തായ ഔദാര്യം സമ്മതിക്കുക എന്ന അർത്ഥം മാത്രമല്ല അതിനുള്ളത്. അനുഗ്രഹങ്ങൾക്ക് കാരണക്കാരായ ദൈവത്തിന്റെയും ദൈവദൂതന്റെയും ആജ്ഞാനുവർത്തികളായി ജീവിക്കുക എന്നതും കൃതജ്ഞതയുടെ അർത്ഥവ്യാപ്തിയിൽപ്പെടുന്നുണ്ട്. നബിയുടെ ദൗത്യനിർവഹണത്തിൽ അർപ്പണബോധത്തോടെ ആത്മാർത്ഥമായി പങ്കുവഹിക്കുക. ഈ മാർഗത്തിൽ അഭിമുഖീകരിക്കുന്ന വിപത്തുകളും കഷ്ടനഷ്ടങ്ങളും തങ്ങളെ രക്ഷിച്ച അല്ലാഹുവിൽ സർവസ്വം അർപ്പിച്ച് ധീരതയോടെ നേരിടുക. അല്ലാഹു ഏൽപ്പിച്ച കാര്യം ആത്മാർത്ഥമായി നോക്കി നടത്തുന്നവർക്ക് അവൻ സംരക്ഷകനായിരിക്കുമെന്ന് ഉറപ്പിക്കുക. ഇതെല്ലാം കൃതജ്ഞതയിൽപ്പെട്ടതാകുന്നു. ചുരുക്കത്തിൽ അനുഗ്രഹം സമ്മതിച്ചു പറയുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല, പ്രവൃത്തി രൂപത്തിൽ തെളിയിക്കുക എന്ന അർത്ഥത്തിലും കൂടിയാണിവിടെ കൃതജ്ഞത എന്ന് പറഞ്ഞിരിക്കുന്നത്. വാക്കാൽ നന്ദി രേഖപ്പെടുത്തുന്നതുകൊണ്ട് മാത്രം കൃതജ്ഞതയുടെ താൽപര്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല. അനുഗ്രഹദാതാവിന്റെ പ്രീതി നേടേണ്ടതിനായി പരിശ്രമിക്കാതിരിക്കുക, അവനുള്ള സേവനത്തിൽ ആത്മാർത്ഥതയില്ലാതിരിക്കുക, അവന്റെ അനുഗ്രഹം മേലിലും ലഭിക്കുമോ എന്ന് സംശയിക്കുക എന്നിവയെല്ലാം കൃതജ്ഞതയ്ക്ക് നിരക്കാത്തതുമാകുന്നു. يا أيها الذين آمنوا لا تخونوا الله والرسول وتخونوا أماناتكم وأنتم تعلمون. വിശ്വാസികളെ, അല്ലാഹുവിനെയും അവന്റെ ദൂതനെയും മനഃപൂർവ്വം വഞ്ചിക്കരുത്. നിങ്ങളുടെ അമാനത്തുകളിലും അറിഞ്ഞുകൊണ്ട് ചതിവ് ചെയ്യരുത്. നിങ്ങളുടെ അമാനത്തുകളെന്നാൽ പരസ്പരം വിശ്വസിച്ചേൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങളാണ്. അവ പ്രതിജ്ഞയുടെയോ സാമൂഹിക ഉടമ്പടികളുടെയോ അടിസ്ഥാനത്തിലുള്ളതാവട്ടെ, പാർട്ടി രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ടതാവട്ടെ, വ്യക്തികളുടെയും സംഘടനകളുടെയും സ്വത്ത് സംബന്ധിച്ചതോ ഉത്തമ വിശ്വാസത്തോടെ സംഘടന ഏൽപ്പിച്ചുകൊടുക്കുന്ന സ്ഥാനപദവികളെ സംബന്ധിച്ചതോ ആവട്ടെ. أموالكم وأولادكم فتنة وأن الله عنده أجر عظيم. അറിയുവിൻ, നിങ്ങളുടെ സമ്പത്തും സന്താനങ്ങളും യഥാർത്ഥത്തിൽ പരീക്ഷണോപാധികൾ മാത്രമാകുന്നു.
കർമ്മഫലം നൽകുന്നതിനായി അല്ലാഹുവിങ്കൽ വളരെയേറെയുണ്ട്. മനുഷ്യന്റെ സത്യവിശ്വാസത്തിൽ കളങ്കം ചാർത്തുകയും അവനെ കാപട്യത്തിലും ധിക്കാരത്തിലും വഞ്ചനയിലും പെടുത്തുന്നതും മിക്കപ്പോഴും സമ്പത്തിലും സന്തതികളിലുമുള്ള അതിരുകവിഞ്ഞ താൽപര്യമാണ്. അതുകൊണ്ടാണ് അല്ലാഹു ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഏതൊന്നിനോടുള്ള പ്രേമം നിങ്ങളെ നേർമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്നുവോ ആ ധനവും സന്താനവും യഥാർത്ഥത്തിൽ ഐഹിക ജീവിതത്തിലെ പരീക്ഷണ വസ്തുക്കൾ മാത്രമാകുന്നു. നിങ്ങൾ മകനെന്നും മകളെന്നും പറയുന്നത് സത്യത്തിൽ ഈ പരീക്ഷണ ഹാളിലെ ഒരു ചോദ്യക്കടലാസാകുന്നു. മറ്റൊരു പരീക്ഷാ പേപ്പറിനെക്കുറിച്ചാണ് സ്വത്തെന്നും ബിസിനസ് എന്നുമൊക്കെ പറയുന്നത്. ഈ വസ്തുക്കളെല്ലാം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ എത്രത്തോളം കടമകളും പരിധികളും പാലിക്കുന്നുവെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനൻ വയുകഫിർ അൻകും സയ്യിആതികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനോട് ഭക്തിയുള്ളവരാകുന്നുവെങ്കിൽ അവൻ നിങ്ങൾക്ക് ഒരു ഉരക്കല്ല് പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ തിന്മകൾ ദൂരീകരിക്കുകയും പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. അല്ലാഹു മഹത്തായ അനുഗ്രഹമുടയവനാകുന്നു. നല്ലതും ചീത്തയും മാറ്റുരച്ചു വേർതിരിക്കുന്ന അളവുകോലിനാണ് ഉരക്കല്ല് എന്ന് പറയുന്നത്. ഇതേ ആശയമാണ് ഫുർഖാനിലും അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഉരക്കല്ലെന്ന് നാം അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത്. താൽപര്യമിതാണ്: നിങ്ങൾ ഇഹലോകത്ത് ദൈവഭക്തരായി നിലകൊള്ളാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പക്ഷം അവൻ നിങ്ങളിൽ ഒരു സത്യാസത്യ വിവേചന ശക്തി സൃഷ്ടിച്ചു തരും. ശരിയേത്, തെറ്റേത്, ദൈവത്തിന്റെ പ്രീതി നേടിത്തരുന്ന നയമേത്, അവന്റെ അപ്രീതിക്ക് കാരണമാക്കുന്ന നയമേത് എന്നെല്ലാം ആ വിവേചന ശക്തി മുഖേന നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയും. ദൈവത്തിലേക്ക് ചെന്നെത്തിക്കുന്ന സന്മാർഗമേതെന്നും പിശാചുമായി സന്ധിക്കുന്ന ദുർമാർഗമേതെന്നും നിങ്ങളുടെ ഉൾക്കാഴ്ച സദാ നിങ്ങളെ ഉണർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ وَيَمْكُرُونَ وَيَمْكُرُ اللَّهُ وَاللَّهُ خَيْرُ الْمَاكِرِينَ. താങ്കളെ തടവിലാക്കുകയോ വധിച്ചുകളയുകയോ നാടുകടത്തുകയോ ചെയ്യുന്നതിനു വേണ്ടി സത്യവിരോധികൾ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടിരുന്ന സന്ദർഭവും അനുസ്മരണീയമാകുന്നു. അവർ സ്വന്തം തന്ത്രങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അല്ലാഹുവോ അവന്റെ തന്ത്രങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. നബി തിരുമേനി മദീനയിൽ പ്രവേശിച്ചേക്കുമെന്ന് ഖുറേശികൾക്ക് ഉറപ്പായ സന്ദർഭത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുഹമ്മദ് മക്കയിൽ നിന്ന് പുറത്തുപോയി കഴിഞ്ഞാൽ അപകടം നിയന്ത്രണാതീതമായിരിക്കുമെന്ന ആശങ്ക അവരിൽ ശക്തിപ്പെട്ടു. ആകയാൽ തിരുമേനിയെ സംബന്ധിച്ച് ഒരവസാന തീരുമാനം കാണേണ്ടതിനായി ഖുറൈശി തലവന്മാരെല്ലാം ദാറുന്നദ്വായിൽ ഒത്തുചേർന്ന് കൂടിയാലോചിച്ചു. മുഹമ്മദിനെ ചങ്ങലയ്ക്കിട്ട് ആജീവനാന്തം ഒരിടത്ത് പൂട്ടിയിടണമെന്നായിരുന്നു ഒരഭിപ്രായം. എന്നാൽ ഇതിന് സ്വീകാര്യത ലഭിച്ചില്ല. തടവറയ്ക്ക് പുറത്തുള്ള മുഹമ്മദിന്റെ കൂട്ടുകാർ നിരന്തരം പ്രവർത്തിച്ച് ശക്തി ആർജിക്കുമെന്നും ജീവൻ ത്യജിച്ചും തങ്ങളുടെ നേതാവിനെ മോചിപ്പിക്കാൻ മടിക്കുകയില്ലെന്നും ഇതിനെ എതിർത്തവർ വാദിച്ചു. മുഹമ്മദിനെ നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു മറ്റൊരു പ്രമേയം. അവൻ നമ്മൾക്കിടയിൽ ഇല്ലെന്നിരിക്കെ എവിടെ താമസിച്ചാലും എന്ത് പ്രവർത്തിച്ചാലും നമുക്കൊന്നും വരാൻ പോകുന്നില്ല. നമ്മുടെ ജീവിത രീതിക്ക് അവനെക്കൊണ്ടുള്ള ശല്യം അവസാനിക്കുകയും ചെയ്യും എന്നായിരുന്നു അതിന്റെ ന്യായം. ഈ പ്രമേയവും തള്ളപ്പെടുകയാണുണ്ടായത്. കാരണം മുഹമ്മദിന്റെ മാസ്മരശക്തിയുള്ള പ്രഭാഷണം ആരെയും ആകർഷിക്കും. മനുഷ്യ മനസ്സിനെ വശീകരിക്കാനുള്ള അവന്റെ കഴിവ് അപാരമാണ്. മക്കയിൽ നിന്ന് പുറത്തുപോയാൽ ഏതെല്ലാം അറബി ഗോത്രങ്ങളെയാണവൻ വലവീശുകയെന്ന് പറയാൻ വയ്യ. അങ്ങനെ ശക്തി സംഭരിച്ച് അറേബ്യയുടെ ഹൃദയഭാഗത്ത് ആധിപത്യം സ്ഥാപിക്കുന്നതിനായി നമ്മെ കടന്നാക്രമിക്കാനും സാധ്യതയുണ്ട്. അവസാനം അബൂജഹൽ സമർപ്പിച്ച ഈ അഭിപ്രായമാണ് അംഗീകരിക്കപ്പെട്ടത്. ഓരോ ഗോത്രത്തിൽ നിന്നും സമർത്ഥനായ ഓരോ ചെറുപ്പക്കാരനെ തിരഞ്ഞെടുത്ത് അവരെല്ലാം ചേർന്ന് ഒറ്റ വെട്ടിന് മുഹമ്മദിനെ വധിക്കുക. ഇങ്ങനെ ചെയ്താൽ മുഹമ്മദിന്റെ രക്തത്തിൽ എല്ലാ ഗോത്രങ്ങളും പങ്കാളികളായിരിക്കും. അവരോടെല്ലാം ഒന്നിച്ചു പകരം ചോദിക്കാൻ
ബനു അബ്ദി മനാഫിന് സാധ്യമാവുകയില്ല. അവർ നഷ്ടപരിഹാരം വാങ്ങി തൃപ്തിപ്പെടാൻ നിർബന്ധിതരായിത്തീരും. അതിവിദഗ്ധമായ ഈ അഭിപ്രായം എല്ലാവർക്കും ഇഷ്ടമായി. വധിക്കാൻ ആളെ നിർണയിക്കുകയും സമയം കാണുകയും ചെയ്തു. നിശ്ചിത രാത്രി തക്ക സമയത്ത് കൊലയാളി സംഘം ഓപ്പറേഷന് തയ്യാറെടുക്കുകയുണ്ടായി. എന്നാൽ ദൈവവിധി മറ്റൊന്നായിരുന്നു. അവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് നബി തിരുമേനി രക്ഷപ്പെട്ടു. ഖുറൈശികൾ ആസൂത്രണം ചെയ്ത ഗൂഢതന്ത്രം പറ്റെ പരാജയമടയുകയും ചെയ്തു.